ദൈവമായ കർത്താവ് പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി വാഗ്ദാനങ്ങളെല്ലാം നിറവേറുന്ന അനുഗ്രഹീത നിമിഷമാണ് ദൈവപുത്രന്റെ മനുഷ്യാവതാരം. ഈ വിസ്മയനീയ രഹസ്യമാണ് ദൈവാത്മ നിറവിൽ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയം തന്റെ സ്തോത്രഗീതത്തിലൂടെ വിളിച്ചു പറയുന്നത്. ദൈവം തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. ലൂക്ക 1:54-55 വാക്യങ്ങൾ. യേശുക്രിസ്തു അബ്രഹാത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനാണെന്ന് മത്തായി 1:1 പറയുന്നു. ദൈവം നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയിലൂടെ പ്രകടമാകുന്നത് അവിടുത്തെ കാരുണ്യമാണ്. ഈ കാരുണ്യം അനുസ്മരിച്ചാണ് ദൈവം തന്റെ പുത്രനെ നൽകിയതെന്നാണ് മറിയത്തിന്റെ സ്തോത്രഗീതത്തിലൂടെ വിശുദ്ധ ലൂക്ക പറയുന്നത്. ദൈവം അബ്രഹാത്തിന് ഒരു പുത്രനെ വാഗ്ദാനം ചെയ്തു. ഉൽപ്പത്തി 17:16-19. ഈ ഒരു പുത്രൻ ഇസഹാക്കാണെങ്കിലും ഇസഹാക്ക് യേശുവിന്റെ പ്രതിരൂപമാണ്. ദൈവം അബ്രഹാത്തിന് നൽകിയ ഉടമ്പടി വാഗ്ദാനങ്ങളായ ദേശം, ജനത, സകലർക്കും അനുഗ്രഹം, ദൈവ സാന്നിധ്യം ഇവയെല്ലാം നിറവേറിയത് ദൈവപുത്രനും ഇമ്മാനുവേലുമായ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും പരസ്യ ജീവിതവും മരണോത്ഥാനവും വഴിയാണ്. യേശുക്രിസ്തു എങ്ങനെയാണ് ദാവീദിന്റെ പുത്രനായത്? അവിടുന്ന് ദാവീദിനോട് ചെയ്ത ഉടമ്പടി വാഗ്ദാനം ഇത് വ്യക്തമാക്കുന്നു. ദാവീദ് കർത്താവിനായി ഒരു ആലയം പണിയാൻ ആഗ്രഹിച്ചപ്പോൾ കർത്താവ് നാഥാൻ വഴി ദാവീദിനോട് പറഞ്ഞു, നീ എനിക്കാലയം പണിയുകയില്ല, ഞാൻ നിനക്കൊരാലയം പണിയും. നിന്റെ പിൻഗാമിയായി നിന്റെ മക്കളിൽ ഒരുവനെ തന്നെ ഞാൻ ഉയർത്തുകയും അവന്റെ രാജ്യം സുസ്ഥിരമാക്കുകയും ചെയ്യും. അവൻ എനിക്കാലയം പണിയും. 1 ദിനവൃത്താന്തം 17:10-11 വാക്യങ്ങൾ. ഇവിടെ ഞാൻ നിനക്കൊരാലയം പണിയുമെന്ന് കർത്താവ് പറയുന്നത് യേശുവാകുന്ന ആലയമാണ്. യോഹന്നാൻ 2:19 വെളിപാട് 21:22 ഇത് വ്യക്തമാക്കുന്നു. നിന്റെ മക്കളിൽ ഒരുവൻ എനിക്ക് ആലയം പണിയുമെന്ന് പറഞ്ഞത് ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തു ദൈവപിതാവിനു വേണ്ടി പണിത ആലയമായ തിരുസഭയാണ്. ദൈവം നമ്മുടെ ഇടയിൽ കൂടാരമടിച്ച് ഇമ്മാനുവേലായി തീർന്നതും സുസ്ഥിരമായ ദൈവരാജ്യം ഈ ഭൂമിയിൽ സംജാതമാക്കിയതും യേശുവിലാണ്. യേശുവിലാണ് ദൈവമനുഷ്യ ബന്ധം ശാശ്വതമായി ഉറപ്പിക്കപ്പെട്ടതും. ഈ മഹാരഹസ്യങ്ങളെല്ലാം ചുരുളഴിയുന്ന മഹനീയ മുഹൂർത്തമാണ് നമ്മുടെ കർത്താവിൻ്റെ തിരുപ്പിറവി. ഇവയെല്ലാം ഓർമ്മയിലും ചിന്തയിലും ഉറപ്പിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിച്ച് ഈ മഹാരഹസ്യത്തെ മനസ്സിലാക്കാൻ നമുക്ക് പരിശ്രമിക്കാം.